Hello everyone. Never go to sleep without a request to your subconscious. ഇത് പറഞ്ഞത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസനാണ്. ലൈഫിൽ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ തിരിച്ചറിഞ്ഞ് അത് യൂസ് ചെയ്തിട്ടുള്ളവരാണ്. ഈ ബോധ മനസ്സ് ഉപബോധ മനസ്സെന്നൊക്കെ ഉള്ള ഒരു ആശയം നമ്മളിലേക്ക് സാധാരണ ആളുകളുടെ ഇടയിലേക്കുമൊക്കെയും കൂടുതലായും വന്നത് ജോസഫ് മർഫി എഴുതിയ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ബുക്കിലൂടെയാണ്. വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഈ ബുക്കിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളുടെ ഉള്ളിൽ തന്നെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് തന്നെ ഒരു ട്രഷറാണ്, അത് ഒരു നിധിയാണ്, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളൊക്കെ പറയുമ്പോൾ മനസ്സിനെക്കുറിച്ച് പറയാറുണ്ട്. മനസ്സെന്ന് പറയുന്നത് പ്രകാശത്തേക്കാൾ വേഗവും സമുദ്രത്തേക്കാൾ ആഴവും പർവ്വതങ്ങളെക്കാൾ ദൃഢതയും ഉള്ളതാണ്. ഈ പറയുന്നതെല്ലാം തന്നെ നമ്മളുടെ ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ്. ഒരുപാട് ചിന്തകളും നമ്മളുടെ ഇമോഷൻസ്, വിഷമങ്ങൾ, അല്ലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അല്ലെ നമ്മൾ ഡേ ടു ഡേ ലൈഫിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനാണ്. എന്നാൽ നമ്മളുടെ മെമ്മറി, ഓർമ്മകൾ, അത് പഴയ കാലത്തെക്കുറിച്ചുള്ളതാകാം, പണ്ട് വായിച്ച ബുക്കുകൾ, അല്ലെ എന്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. നമുക്കൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടുള്ള ഒരു കാര്യം ആയിരിക്കാം, ഒരിക്കലും ഒരു തവണ മാത്രം കേട്ടിട്ടുള്ളൊരു കാര്യം നമ്മൾ ഒരുപാട് ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്. എനിക്കത് ഒരുപാട് തവണ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു തവണ മാത്രം ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വായിച്ച കാര്യമായിരിക്കാം. അത് നമ്മൾ വീണ്ടും ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കും. ഒരുപാട് ചിലപ്പോൾ ശ്രമിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ചിന്തിച്ച് കഴിയുമ്പോഴായിരിക്കാം ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ആ ഉത്തരം നമുക്ക് കൊണ്ട് തരുന്നയാളാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. എല്ലാവരും ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഒരുപാട് പവർ ഉണ്ട് എന്നുള്ളതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്. നമ്മളുടെ ബോഡിയുടെ വൈറ്റലായിട്ടുള്ള എല്ലാ ഫങ്ഷൻസിനെയും നിയന്ത്രിക്കുന്നതും ഈ പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ ഉണർന്നിരിക്കുന്ന ആളാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും ഒരു നേർരേഖയിൽ, അല്ലെ ഇവരെ തമ്മിൽ ഒന്ന് സിങ്ക് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് എപ്പോൾ കഴിയുന്നോ അപ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെയും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ മനസ്സിൽ ഈ കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് തരത്തിലുള്ള ചിന്തകളാണ്, അല്ലേ? അത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ്. ഒരുപാട് ഭയം കാണും, അപകർഷതാ ബോധം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ വരിഞ്ഞു മുറുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നമ്മളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി തിരിച്ചറിയാനോ അത് ഉപയോഗിക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ നെഗറ്റീവുകളെല്ലാം തന്നെ നമ്മൾ എടുത്തു മാറ്റുക എന്നുള്ളതാണ്. നമ്മളുടെ ശരീരത്തിലെ ദേഹത്ത് മുഴുവൻ അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കുളിക്കും, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സിൻ്റെ അഴുക്കുകൾ കളഞ്ഞാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ശക്തി ഈ സബ് കോൺഷ്യസ് മൈൻഡ് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് എങ്ങനെയൊക്കെ നമുക്ക് സാധിക്കും? അതായത് നമ്മളുടെ ജീവിത വിജയം, അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടാൻ എങ്ങനെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ ഉപയോഗിക്കാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫിയറിനെയും നെഗറ്റീവായിട്ടുള്ള ടോക്കിനെയും അല്ലെ ആ ചിന്തകളെയും ഒക്കെയും നമ്മൾ എടുത്തു മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും തന്നെ വരാറുള്ള ഒരു കാര്യമാണ് ഈ നെഗറ്റീവ് ചിന്തകൾ, അല്ലേ? ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ നമുക്കിതിനെ ഓവർകം ചെയ്യാമെന്ന് ചോദിച്ചാൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് നെഗറ്റീവായി വരുമ്പോൾ തന്നെ അവിടെ വെച്ച് അതിനെ നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ കൗണ്ടർ ആയിട്ടുള്ള, അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ നെഗറ്റീവിനെ മറികടക്കാനായിട്ട് സാധിക്കും. മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ദ ഡിലീറ്റ് ബട്ടൺ ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. വളരെ എഫക്റ്റീവാണ്. അതായത് ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മുടെ ഫോണിലൊക്കെ ഉണ്ട്, അല്ലേ? ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേ അത് മാഞ്ഞു പോകുന്നത് പോലെ നമ്മളുടെ മനസ്സിൽ വന്ന ആ ചിന്തയെ ഞാൻ ഈ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് മായ്ച്ചു എന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതൊന്നും പറ്റുകയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നെഗറ്റീവായിട്ട് നിങ്ങളെ എപ്പോഴും അലട്ടുന്ന ചിന്ത എന്താണോ അത് നിങ്ങളൊരു പേപ്പറിലേക്ക് എഴുതുക. എഴുതിയതിന് ശേഷം അത് നിങ്ങൾക്ക് ചുരുട്ടി വേസ്റ്റ് ബിന്നിലിടാം, അല്ലെങ്കിൽ അത് കീറിക്കളയാം. അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ആ ചിന്തയെ നമ്മൾ അവിടെ നശിപ്പിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത അപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ്.
ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ജീവിതത്തിൽ നേടാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടല്ലേ? നമുക്കൊക്കെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് ചോദിച്ചാൽ ഒരിക്കലും അവസാനിക്കില്ല. പക്ഷേ നേടണമെന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യത്തെ നിങ്ങൾ സെറ്റ് ചെയ്യുക. അത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ റിയലിസ്റ്റിക് ആയിരിക്കണം, നിങ്ങൾക്ക് റീച്ചബിൾ ആയിരിക്കണം. എത്തിപ്പെടാൻ കഴിയുന്ന ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുകയാണ്. ആ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ എന്ത് വേണം? ബേണിംഗ് ഡിസയർ എന്ന് പറയും. നിങ്ങൾക്ക് കത്തി ജ്വലിച്ചു നിൽക്കുന്ന ആഗ്രഹം ഉണ്ടായിരിക്കണം. എന്തിനാണ് അങ്ങനെ ഒരു ഇതിൻ്റെ ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബേണിംഗ് ഡിസയർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എനിക്കത് നേടിയേ പറ്റൂ, മറ്റൊരു വഴി എൻ്റെ മുമ്പിൽ ഇല്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് നിങ്ങളുടെ ഞാൻ ഈ പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡാണ്. സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതലും വർക്ക് ചെയ്യുന്നത് കൂടുതൽ ഇമോഷൻസിൻ്റെ ആണ്, കൂടുതലായിട്ടും അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സ്ട്രോങ് ഡിസയർ എന്ന് പറയുമ്പോൾ അതിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ മൈൻഡ് നമ്മളെ സജ്ജമാകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഈ ബേണിംഗ് ഡിസയറിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചേർത്ത് വെക്കേണ്ട ചില കാര്യങ്ങളൂടെയുണ്ട്. അതിലൊന്നാണ് ബ്രിഡ്ജ് ബേൺ ടെക്നിക്ക് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും വളരെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്താണ് ഈ ബ്രിഡ്ജ് ബേൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പാലമൊക്കെ ഉണ്ടാക്കി വെക്കുക ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമ്മളുടെ ലക്ഷ്യത്തെ സംബന്ധിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം ബേൺ ചെയ്ത് കളയുക. നമ്മൾ ഒരു റിസ്ക് പിടിച്ച യാത്ര കടലിൽ കൂടെ പോവുകയാണെങ്കിൽ സേഫ് ബോട്ടുകളൊക്കെ ഉണ്ടാക്കി വെക്കും അല്ലേ, അല്ലെങ്കിൽ അതൊക്കെ കരുതും. എന്തിനാണ്? എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ അതിൽ നിന്ന് എസ്കേപ്പ് ആകാൻ. നമ്മളുടെയൊക്കെ ലൈഫിൽ നമ്മളൊരു സ്ട്രോങ് ഡിസയർ സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇത് നടന്നില്ല എങ്കിൽ ഇതിന് പകരം മറ്റൊന്ന് അല്ലേ, ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഒരു എക്സാം അല്ലെ ഒരു ജോലി, ഇത് കിട്ടിയില്ല എങ്കിൽ നമ്മളെ സ്വയം ആശ്വസിപ്പിക്കാൻ നമ്മൾ പറയും, ഇത് കിട്ടിയില്ല എങ്കിൽ ഞാൻ വേറെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്യും. അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ ടെക്നിക്കിൽ. ഒന്നുമില്ല, നിങ്ങളുടെ സർവൈവൽ വേണമെങ്കിൽ, അല്ലെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കിട്ടിയില്ല എങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി അല്ലെ ഒരു വിജയം, അത് കിട്ടിയില്ല എങ്കിൽ എൻ്റെ മുമ്പിൽ മറ്റു വഴികളില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കാനായിട്ട് തോന്നുകയും ചെയ്യും, നിങ്ങൾ അതിന് പരിശ്രമിക്കുകയും ചെയ്യും. അതിന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേറൊരു ഓൾട്ടർനേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങ് എടുത്തു കളയുക. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്മോൾ വിൻ ടെക്നിക്കുകളാണ്. ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോൾ അതിലേക്കുള്ള ഓരോ ചവിട്ടുപടിയിലും നമുക്ക് വിജയം ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾ ആഘോഷിക്കുക. അതിൽ സന്തോഷം കണ്ടെത്താനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനെ ബൂസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലൈഫിൽ ഇങ്ങനെ നമ്മൾ സക്സസ് ആകാനുള്ള യാത്ര തുടരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, മോട്ടിവേഷൻ. നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ എൻകറേജ് ചെയ്യിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളുമായിട്ടുള്ള സഹവാസം, അതുപോലെ തന്നെ മോട്ടിവേഷൻ തരുന്ന വീഡിയോസ്, ഇനി ചില സോങ്ങുകൾ കാണും നമുക്ക് നല്ല എനർജി തരുന്ന, നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്തിപ്പെടാനായിട്ട് നമ്മളെ സഹായിക്കും. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പ്രാക്ടീസ് ഗെറ്റിംഗ് ഇൻ ടച്ച് വിത്ത് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് ഒരു ടച്ച് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ആ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മളുടെ വരുതിയിലാക്കാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെയും ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ക്ഷമയോടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെയും നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് ആദ്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മെഡിറ്റേഷനാണ്. വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. മെഡിറ്റേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ബ്രീത്തിങ് ഒക്കെ ആദ്യം നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മളുടെ കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആരോ ഗൈഡ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ, ആരും പറഞ്ഞു തരാതെ തന്നെയാണ് നമ്മൾ ആ ബ്രീത്തിങ് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ നമ്മളെ അതിൽ ഗൈഡ് ചെയ്യുന്ന ആൾ ഈ സബ് കോൺഷ്യസ് മൈൻഡാണ്. അതുകൊണ്ട് ഡെയിലി നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ എഡിസൺ ഒക്കെ ഫോളോ ചെയ്തിരുന്ന, അല്ലെങ്കിൽ അതുപോലെയുള്ള ലൈഫിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതായത്
നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ആ പോകുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളെ വല്ലാതെ അലട്ടുന്ന ഉത്തരം ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ട് എന്ന് കരുതുക. അല്ലെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കണമെന്ന് നിങ്ങൾ അമിതമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ബേണിംഗ് ഡിസയർ ഉള്ള ഒരു ആഗ്രഹമുണ്ട് എന്ന് കരുതുക. ആ ആഗ്രഹം നിങ്ങൾ മനസ്സിലോ അല്ലെങ്കിൽ ഉച്ചത്തിലോ പറയുക. അതിനേക്കാൾ എഫക്റ്റീവാണ് നമ്മളതൊന്ന് എഴുതുക. ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് അത് ഒന്ന് എഴുതി വെച്ച് 2-3 തവണ ഉച്ചത്തിൽ വായിച്ചതിന് ശേഷം നിങ്ങൾ ഉറങ്ങാൻ പോവുക. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഉറങ്ങിയാലും ഉറങ്ങാതെ ഇരിക്കുന്നയാളാണ് ആര്? നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ചിന്ത അവിടെ ഇട്ട് കൊടുക്കുകയാണ്. ആ ചിന്ത അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന ആ സമയം മുഴുവനും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിൻ്റെ സൊല്യൂഷൻ, അല്ലെ അത് നേടിയെടുക്കേണ്ട വഴികൾ, ഇതിനെക്കുറിച്ചുള്ള ആലോചനയായിരിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഉണർന്ന് കഴിയുമ്പോൾ, എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾ തലേദിവസം ചിന്തിച്ച ആ കാര്യം അല്ലെങ്കിൽ ആ ഇട്ടുകൊടുത്ത ആ ചോദ്യത്തിന് അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുക. എന്നിട്ട് എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് അപ്പോൾ കടന്നു വരുന്നതെന്നുള്ളത് എഴുതുക. ചിലപ്പോൾ ഒരു വലിയ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യതയാകാം, അല്ലെങ്കിൽ ഒരു ജോലി അത് എങ്ങനെ നേടിയെടുക്കാം എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കാം നമ്മൾ തലേദിവസം മനസ്സിന് ഇട്ട് കൊടുത്തുവെങ്കിൽ, ഈ സബ് കോൺഷ്യസ് മൈൻഡിന് ഇട്ട് കൊടുത്തുവെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് മനസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾ എഴുതുക. എപ്പോഴും ഈ എഴുതി വെക്കുമ്പോൾ ഇത് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടായാലും ഒരു കൃത്യമായി ഒരെണ്ണം കിട്ടിയെന്ന് ഒരു തവണ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ ഇതുപോലെ ഓരോരോ നമ്മളുടെ ലൈഫിലെ കാര്യങ്ങൾ നമ്മൾ എഴുതി ഇങ്ങനെ നമ്മൾ മൈൻഡിന് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻസ് കിട്ടും എന്ന് തന്നെയാണ് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ അവരുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് വിജയിച്ചിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈ ട്രഷറിനെ, ഈ അപാരമായ കഴിവിനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഉയരത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ ഉള്ളിൽ ഒരുപാട് ശക്തിയുണ്ട്, അല്ലെ മനുഷ്യർക്ക് അപാര കഴിവുകളാണെന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ. ഈ കഴിവുകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ വിനിയോഗിച്ചാൽ, അല്ലെ അത് ഉപയോഗിച്ചാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുക്കണം. പരിശ്രമിച്ചാൽ മാത്രമേ നമുക്കൊക്കെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് നമ്മൾ വിജയത്തിലേക്ക് പോകണമെങ്കിൽ ആ പോകേണ്ട വഴികൾ, ഹാർഡ് വർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതെങ്ങനെയൊക്കെ തിരിച്ചറിയണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നമുക്ക് എളുപ്പമായിട്ട് തോന്നും. അതുകൊണ്ട് ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൂട്ടുപിടിച്ച് ആ ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.